വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പാർട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു ഡേറ്റാ സെറ്റ് തന്നിട്ടുണ്ട്. അതിൽ നമ്പർ ഓഫ് സ്റ്റഡി ഹവേഴ്സും അതിൻ്റെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് 5 സ്റ്റുഡൻസിൻ്റെ മാർക്സും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻ ബിറ്റ്വീൻ ദ 2 വേരിയബിൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡേറ്റാ സെറ്റ് നോക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 5 സ്റ്റുഡൻസിൻ്റെ ഡേറ്റാ സെറ്റ് എന്ന് പറയുന്നത്. അതിൽ സ്റ്റുഡൻസിൻ്റെ നെയിം ABCDE എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവർ എത്ര മണിക്കൂർ പഠിച്ച് എന്നുള്ളതാണ് എക്സ് വേരിയബിൾസ്, അവർക്ക് എത്ര മാർക്സ് കിട്ടി എന്നുള്ളതാണ് വൈ വേരിയബിൾസ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ മീൻ കണ്ടുപിടിക്കണം. എക്സിൻ്റെ മീനും വൈയുടെ മീനും കണ്ടുപിടിക്കണം. എക്സിൻ്റെ മീൻ എടുക്കാനാണെങ്കിൽ ആ ഹവേഴ്സിൽ വരുന്ന എല്ലാത്തിനെയും പ്ലസ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 15/5 3 എന്ന് കിട്ടും. വൈയുടെ മീൻ കണ്ടുപിടിക്കാനാണെങ്കിൽ മാർക്സിൽ വരുന്ന എല്ലാ വാല്യൂസും സം ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് 65 എന്ന് കിട്ടും. പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്. R = സിഗ്മ xi മൈനസ് x ബാർ ഇൻറ്റു yi മൈനസ് y ബാർ ദ ഹോൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ xi മൈനസ് x ബാർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സിഗ്മ yi മൈനസ് y ബാർ ദ ഹോൾ സ്ക്വയർ എന്നാണ്. ഫസ്റ്റ് നമുക്ക് ന്യൂമറേറ്റർ കാൽക്കുലേറ്റ് ചെയ്യാം. അവിടെ സിഗ്മ xi മൈനസ് x ബാർ ഇൻറ്റു yi മൈനസ് y ബാർ എന്നാണ് പറയുന്നത്. നമ്മുടെ x ബാർ എന്ന് പറയുന്നത് 3യും y ബാർ എന്ന് പറയുന്നത് 65 ആണെന്ന് ഓർത്ത് വയ്ക്കുക. xi മൈനസ് x ബാർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 3 ഇൻറ്റു yi മൈനസ് y ബാർ എന്ന് പറയുമ്പോഴത്തേക്കും 55 മൈനസ് 65 പ്ലസ് അടുത്ത ആളെ നോക്കണം 2 മൈനസ് 3 ഇൻറ്റു 60 മൈനസ് 65 പ്ലസ് അടുത്ത ഡേറ്റ നോക്കണം 3 മൈനസ് 3 ഇൻറ്റു 65 മൈനസ് 65 പ്ലസ് 4 മൈനസ് 3 ഇൻറ്റു 70 മൈനസ് 65 പ്ലസ് 5 മൈനസ് 3 ഇൻറ്റു 75 മൈനസ് 65. ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും -2 ഇൻറ്റു -10 പ്ലസ് -1 ഇൻറ്റു -5 പ്ലസ് 0 ഇൻറ്റു 0 പ്ലസ് 1 ഇൻറ്റു 5 പ്ലസ് 2 ഇൻറ്റു 10 എന്ന് വരും. ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 20 പ്ലസ് 5 പ്ലസ് 0 പ്ലസ് 5 പ്ലസ് 20 എന്ന് പറയുന്നത് നമുക്ക് ആൻസർ 15 എന്ന് കിട്ടും ന്യൂമറേറ്ററിൽ. ഇനി നമുക്ക് ഡിനോമിനേറ്റർ കാൽക്കുലേഷൻ നോക്കാം. ഇനി ഡിനോമിനേറ്ററിൽ നമുക്ക് ആദ്യം സിഗ്മ xi മൈനസ് x ബാർ ദ ഹോൾ സ്ക്വയർ എന്നുള്ള പാർട്ട് നോക്കാം. x ബാർ എന്ന് പറഞ്ഞാൽ 3 ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ എങ്ങനെ വരും 1 മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 3 മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 4 മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 5 മൈനസ് 3 ഹോൾ സ്ക്വയർ എന്ന് വരും. അതെന്ന് പറയുമ്പോഴത്തേക്കും 4 പ്ലസ് 1 പ്ലസ് 0 പ്ലസ് 1 പ്ലസ് 4 ഈക്വൽ ടു 10 ആണ് നമുക്ക് ആ പാർട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ഡിനോമിനേറ്ററിലെ അടുത്ത പാർട്ടായിട്ടുള്ള സിഗ്മ yi മൈനസ് y ബാർ ദ ഹോൾ സ്ക്വയർ എന്നുള്ളത് സോൾവ് ചെയ്യാം. ഇവിടെ y ബാർ എന്ന് പറയുന്നത് 65 ആണ്. അപ്പോൾ ഓരോ yയിൽ നിന്നും 65 മൈനസ് ചെയ്യുക. 55 മൈനസ് 65 ദ ഹോൾ സ്ക്വയർ പ്ലസ് 60 മൈനസ് 65 ദ ഹോൾ സ്ക്വയർ പ്ലസ് 65 മൈനസ് 65 ദ ഹോൾ സ്ക്വയർ പ്ലസ് 70 മൈനസ് 65 ദ ഹോൾ സ്ക്വയർ പ്ലസ് 75 മൈനസ് 65 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 100 പ്ലസ് 25 പ്ലസ് 0 പ്ലസ് 25 പ്ലസ് 100 എന്ന് വരും. അതായത് 250 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഫൈനൽ റിസൾട്ട് നോക്കാം. ഫൈനൽ റിസൾട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 15 ആണ് നമുക്ക് മേളിൽ സിഗ്മ xi മൈനസ് x ബാർ ഇൻറ്റു yi മൈനസ് y ബാറിന് 15 ആണ് നമുക്ക് കിട്ടിയത്. ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ xi മൈനസ് x ബാർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സിഗ്മ yi മൈനസ് y ബാർ ദ ഹോൾ സ്ക്വയർ എന്നല്ലേ. അവിടെയാണ് നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 215 ഇൻറ്റു 10 എന്ന് കിട്ടുന്നത്. അതെന്ന് പറയുന്നത് 15 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2500 എന്ന് വരും. അതെന്ന് പറയുമ്പോഴത്തേക്കും 15 ഡിവൈഡഡ് ബൈ 15 നമുക്ക് 1 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത്. കൺക്ലൂഷനായിട്ട് നമുക്ക് എന്ത് എഴുതാം? ദ വേരിയബിൾസ് ആർ പോസിറ്റീവ്ലി കോറിലേറ്റഡ്. അതായത് അവിടെ ഒരു പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ നമുക്ക് കാണാൻ പറ്റും. ആ ടേബിൾ നോക്കാനാണെങ്കിൽ ഓരോ 1 അവർ കൂടുമ്പോഴും, അതായത് ഒരു കുട്ടി ഓരോ 1 അവർ കൂടുതലിരുന്ന് പഠിക്കും തോറും അവരുടെ മാർക്സ് കൂടി വരുന്നത് നമുക്ക് ആ ടേബിളിൽ നിന്ന് വിസിബിൾ ആണ്. അപ്പോൾ 1 എന്ന് പറയുമ്പോഴത്തേക്കും പോസിറ്റീവ് കോറിലേഷൻ. ഇപ്പം -1 ആണെങ്കിൽ അത് നെഗറ്റീവ്ലി കോറിലേഷൻ, 0 വാല്യൂ ആണ് വരുന്നതെങ്കിൽ അത് നോ കോറിലേഷൻ ആണ്.